ഇന്നിതാ ഈ കാണുന്ന ഭാഗത്താണ് ഡ്യൂട്ടി. നല്ലൊരു റോഡുണ്ടെങ്കിലും നടന്നാണ് ഇതിലെ റീഡിംഗ് എടുക്കാൻ പോകുന്നത്. അതിനൊരു കാരണമുണ്ട്, വഴിയേ പറയാം. വിൻഡോസിൻ്റെയൊക്കെ വാൾപേപ്പറിൽ റോഡിന് സമീപം കരിയില കിടക്കുന്നത് നല്ലൊരു ഫ്രെയിമായിരുന്നു. നമ്മളുടെ ഇല റബ്ബറിൻ്റെ ഇല ആയതുകൊണ്ടായിരിക്കാം അത്ര ഭംഗിയില്ല. എന്തായാലും റോഡിൽ നിൽക്കുന്ന പച്ചയും പുല്ലും കരിയിലയും വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. ഇന്ത്യക്ക് പുറത്തുള്ള ചിലരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നതിലുള്ള സന്തോഷം കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. കുറേയൊക്കെ പ്രവാസികളായ സുഹൃത്തുക്കളായിരിക്കാം. സ്വന്തം നാടിൻ്റെ ഹരിതാഭയും പച്ചപ്പും ഊഷ്മളതയും വീഡിയോയിലൂടെ അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം. നാടും നാട്ടുവഴികളും പ്രവാസികളുടെ ഒരു വീക്ക്നെസ് ആണെന്നാണല്ലോ. നീ കാരണം ഭയങ്കര ശല്യമാണല്ലോ, നീ എപ്പോഴാണ് ലൈവ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, നിന്നെക്കൊണ്ടൊരു രക്ഷയില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് തമാശക്കാണെങ്കിലും സുഹൃത്തുക്കൾ പറയുക. വഴിയുണ്ടായിട്ടും ഇതിലെ നടന്നു പോകുന്നതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് കുറച്ച് സമയലാഭം കിട്ടും എന്നത്. ആദ്യം കണ്ട ടാറിട്ട വഴിയിൽ നിന്നും ഈ കാണുന്ന മണ്ണ് വഴി താഴേക്കിറങ്ങി ആ മണ്ണ് വഴിയിലൊരു വീടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു റബ്ബറും തോട്ടത്തിലേക്കാണ് വരിക. ഈ റബ്ബറും തോട്ടത്തിൽ അവിടെയായി അധികം ഉപയോഗമൊന്നുമില്ലാത്തൊരു വീടിരിക്കുന്നുണ്ട്. ഈ വീട്ടിലേക്ക് നമുക്ക് സ്കൂട്ടർ കൊണ്ട് വരുവാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ കാണുന്നത് പോലെ പാടം, റബ്ബറും തോട്ടം എന്നിവയൊക്കെ ക്രോസ് ചെയ്താണ്. ഈ ഭാഗത്തുള്ളത് കൂടുതലും കൃഷിക്കാരാണ്, കഠിനാധ്വാനികളാണ്. അവിടെ ഒരു ചേട്ടൻ കളയ്ക്കുന്നത് കണ്ടില്ലേ. ഇനി ഈ തൊണ്ടുവഴി സഞ്ചരിച്ചാൽ നമ്മൾ ആദ്യം കണ്ട വീട്ടിലേക്ക് എത്തിച്ചേരും. നമ്മൾ ആദ്യം നടന്നു വന്ന ടാറിട്ട റോഡിന് സമാന്തരമായാണ് ഈ കാണുന്ന റബ്ബറും തോട്ടവും പോകുന്നത്. നമ്മൾ ഇനി എത്തിച്ചേരാൻ പോകുന്ന വീടൊഴികെ ബാക്കി ഈ പ്രദേശത്തുള്ള മിക്കവാറും വീടുകളിലേക്ക് നമുക്ക് സ്കൂട്ടറിന് തന്നെ എത്തിച്ചേരാൻ കഴിയും. സ്കൂട്ടറിന് എത്തിച്ചേരുന്നതിനേക്കാൾ കുറഞ്ഞ സമയത്ത് നമുക്ക് നടന്നെത്തിച്ചെല്ലാൻ കഴിയും. മാത്രവുമല്ല ഈ ഭാഗത്ത് ധാരാളം മോട്ടോർ പുരകളുടെ സമീപത്തേക്ക് സ്കൂട്ടറിന് എത്തിച്ചേരാൻ സാധിക്കുകയുമില്ല. ആ കാണുന്നത് ഒരു കോഴിക്കൂടാണ്, ഇറച്ചിക്കോഴി വളർത്തുന്നതാണ്. അവിടെയും ഒരു കറണ്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിന് സമീപത്തായി താഴെ കാണുന്ന പാടത്ത് കൃഷി ചെയ്യുന്നതിനുള്ള മോട്ടോർ പുരയും കാണാം. ഒന്നല്ല, അനവധി മോട്ടോർ പുരകൾ ഈ ഭാഗത്തുണ്ട്. ഈ കാണുന്ന മോട്ടോർ പുരയുടെ മുകളിൽ മറ്റൊരു വീട് കൂടെ ഉണ്ട്, ഒരു സുഹൃത്തിൻ്റെ വീടാണ് കേട്ടോ. ആ വീട്ടിലേക്ക് സ്കൂട്ടറിന് വരാൻ കഴിഞ്ഞാലും മോട്ടോർ പുരയിലേക്കുള്ള ചെറിയ തൊണ്ട് ഈ കാണുന്ന വിധമാണ്. എങ്ങനെ നോക്കിയാലും കുറേയൊക്കെ നമ്മൾ നടക്കേണ്ടി വരും. ആ സ്ഥിതിക്ക് തൊണ്ടുവഴി നടക്കുന്നതാണ് കൂടുതൽ സമയലാഭം. ഇപ്പോൾ കണ്ട വഴി നമ്മൾ ആദ്യം കണ്ട ടാറിട്ട വഴിയുമായി കണക്ഷൻ ഉള്ളതാണ്. ഈ കാണുന്നതാണ് സുഹൃത്തിൻ്റെ വീടിൻ്റെ മുറ്റം. ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം കയറി വന്ന മോട്ടോർ പുര കാണാം. കുറച്ച് താഴെയായാണ്. ഇനി നമുക്ക് ഈ കാണുന്ന വഴിയാണ് പോകേണ്ടത്. ആ കാട് കയറി കിടക്കുന്ന പറമ്പിലൊക്കെ വാഴക്കൃഷി ചെയ്യാറുള്ളതാണ്. ബാല്യകാലത്ത് വെള്ളത്തിൽ ചാടാൻ വന്നിരുന്ന ഒരു കുളമാണിത്. ഇപ്പോൾ പായൽ മൂടപ്പെട്ട നിലയിലാണ്. രാവിലെ ആയതുകൊണ്ട് കിളികളുടെ ശബ്ദം കേൾക്കാം. മുൻപ് ഇവിടെ നെൽകൃഷിയായിരുന്നു, ഇപ്പോൾ വാഴയാണ് കൃഷി ചെയ്യുന്നത്. വാഴകൾക്കിടയിലൂടെ ഒരു വാഴ നടന്നു നീങ്ങുന്നു എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. അല്പം കൂടി മാറി ഒരു കുളം കൂടിയുണ്ട്. പണ്ട് മീൻ പിടിക്കാൻ വന്നുകൊണ്ടിരുന്നതാണ്. അധികം ആളുകൾ നടക്കാത്ത വഴി ആയതുകൊണ്ടാവണം ധാരാളം എട്ടുകാലി ഉണ്ടായിരുന്നു. എട്ടുകാലിയൊന്നും അല്ലെന്ന് തോന്നുന്നു, ഒരു 10-28 കാലിയാണെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ ദേഹത്ത് നിറയെ എട്ടുകാലി വലയായി. ഇനി അല്പം കൂടെ മാറിയാൽ അതാണ് നമ്മൾ ആദ്യം കണ്ടിരുന്ന റോഡ്. പക്ഷേ ജോലി ഈ ഭാഗത്ത് അവസാനിക്കില്ല കേട്ടോ. ഇനിയുമുണ്ട് ധാരാളം വീടുകൾ. ഇപ്പോഴും നെൽകൃഷി തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്ന കൂർക്കപ്പാടവും ഈ ഭാഗത്ത് തന്നെയാണ്. ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ അല്പം കൂടെ വൈകും, ഉച്ചയാവാറായി. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.